നമുക്കത് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അരവിന്ദ് പ്രാർത്ഥന ലീഡ് ചെയ്യാമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നയിക്കുകയും അവിടുത്തെ ആത്മാവിനാൽ കർത്താവെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ നീ അനുഗ്രഹിക്കണമേ, നല്ല രീതിയിൽ എടുക്കുവാനൊക്കെ കൃപ നീ കൊടുക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലും സൂമിലും എല്ലാമായിട്ട് കർത്താവെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും സ്തോത്രം. എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലൈഫിനെ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. നമുക്ക് സമയം കളയാതെ ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെഷ്യൽ ബൈബിൾ ക്ലാസ് ആണ്. രജിസ്റ്റർ അത് അനൗൺസ് ചെയ്തിരുന്നു. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2 സെഷൻസ് നമ്മുടെ ചേർച്ചിൽ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. താങ്ക് യു KC തോമസ് സാർ ഫോർ ജോയിനിങ് ആൻഡ് ഗൈഡിങ് അസ്. വളരെ ആദരവുകളോടെ ഞാൻ KC തോമസ് സാറിന് സമയം കൈമാറുന്നു. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് വീണ്ടും കേൾക്കാനും അതിൻ്റെ പല കാഴ്ചപ്പാടുകൾ ശരിയായ വിധത്തിൽ ഗ്രഹിക്കാനുമുള്ള വഴികളുണ്ട്. അത് വീണ്ടും വീണ്ടും കേൾക്കേണ്ടവർക്ക് അതിനുള്ള സാവകാശമുണ്ടെന്ന് കൂടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓവർ ടു KC തോമസ് സാർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകം പ്രിസെപ്റ്റ് ഇന്ത്യയുടെ പേരിലുള്ളതായ സ്വാഗതം അറിയിക്കട്ടെ. ഒന്നിച്ച ഇപ്രകാരം ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ യഥാർത്ഥ ആരാധനയുടെ ജീവിതം എന്ന തലക്കെട്ടിലുള്ള പുസ്തകത്തിൻ്റെ 2 പാഠങ്ങൾ നാം പൂർത്തീകരിക്കുകയുണ്ടായി. ഒന്നാമത്തെ പാഠത്തിൽ നാം അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ ആധാരമാക്കി അബ്രഹാം ദൈവത്തെ ആരാധിച്ചത് എപ്രകാരമാണ് എന്നും തന്മൂലം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളും നന്മകളും എന്തായിരുന്നുവെന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകി. തുടർന്ന് 2ാമത്തെ പാഠത്തിൽ ദൈവം മോശയോട് തനിക്ക് പാർക്കുവാനായി ഒരു തിരുനിവാസം ഉണ്ടാക്കണമെന്നും അതെപ്രകാരം ഉണ്ടാക്കണമെന്നും എന്നുള്ളതായ കൽപ്പന അനുസരിച്ച് മോശ തിരുനിവാസം നിർമ്മിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് സമാഗമന കൂടാരം, വിശുദ്ധ മന്ദിരം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മന്ദിരം ദൈവം തനിക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ ചെയ്യുവാൻ തക്കവണ്ണം മോശ പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി അപ്രകാരം അത് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുകയുണ്ടായി. നാം അതിൻ്റെ ഓരോ ഉപകരണങ്ങളെക്കുറിച്ച് പൊതുവായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്നുള്ള പാഠങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ദൈവസ്ഥലിലേക്ക് അടുത്ത് വരാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ പുസ്തകത്തിൻ്റെ സ്ക്രീൻ ഷെയറിങ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1-2 പാഠങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. 3ാമത്തെ പാഠത്തിലേക്ക് അഥവാ 3ാം ആഴ്ചയിലെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിൽ ദൈവവചന പഠനത്തിനായി ഒരുങ്ങാം. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ആദ്യമായി ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ഒന്ന്, നാം വായിക്കുന്ന വേദഭാഗം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാൻ പഠനഭാഗത്തെ ശരിയായ വണ്ണം നിരീക്ഷിക്കുക. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഒബ്സർവേഷൻ എന്നാണ്. ഒബ്സർവേഷനിൽ പ്രധാനമായും
പഠനഭാഗം എന്ത് പറയുന്നു മനസ്സിലാക്കി അതിലെ താക്കോൽ വാക്കുകളെ അടയാളപ്പെടുത്തി അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠനം ആരംഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. തുടർന്ന് ഈ പഠന ഭാഗത്തിലെ വേദവാക്യങ്ങൾ, താക്കോൽ വാക്കുകൾ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ചുള്ളതായ ലിസ്റ്റ് ഉണ്ടാക്കുവാനായി നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട്, ഈ ചോദ്യങ്ങൾ താക്കോൽ വാക്കുകൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതായ ഉത്തരങ്ങൾ നമ്മുടെ പഠനഭാഗം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാനായി നമ്മെ സഹായിക്കും. അവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നാം താക്കോൽ വാക്കുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പ്രത്യേക അടയാളപ്പെടുത്തി നാം അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ആ വാക്കുകളെക്കുറിച്ചുള്ളതായ വിവരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത് എന്ന് നാം നോട്ട്ബുക്കിൽ കുറിക്കണം. അത് നമ്മൾ തുടർന്നുള്ള പഠനത്തിലും ഈ വേദഭാഗത്തെ ശരിയായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതാണ്. രണ്ടാമത് അതിൻ്റെ വ്യാഖ്യാനമാണ്. നേരിട്ട് വ്യാഖ്യാനത്തിലേക്ക് പോകാതെ ശരിയായ വണ്ണം നിരീക്ഷണം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ നാം വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് ഓരോ വ്യാഖ്യാനവും അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, കോണ്ടെക്സ്റ്റ് ഈസ് ദ കിങ് ഓഫ് ഈച്ച് ഇന്റർപ്രിട്ടേഷൻ. പശ്ചാത്തലത്തെ അടർത്തിയെടുത്ത് നമുക്ക് വേദഭാഗത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് പശ്ചാത്തലത്തിൽ ആരോട് എപ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ വ്യാഖ്യാനിക്കുവാൻ. ഇതിന് സഹായകരമായി മറ്റ് ഒത്തുവാക്യങ്ങൾ മറ്റു വേദഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിലേക്ക് വരുന്നെങ്കിൽ അത് ഈ വ്യാഖ്യാനത്തിന് നമ്മെ സഹായിക്കും. ഉദാഹരണം, സുവിശേഷങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും കർത്താവിൻ്റെ ഉപദേശങ്ങളും 4 സുവിശേഷകരും ഒരുപോലെ ആയിരിക്കില്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് അല്പം കുറച്ചും മറ്റൊരിടത്ത് അല്പം വിശദമായും കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ 2 വേദഭാഗങ്ങളും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ആ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ശരിയായ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പശ്ചാത്തലത്തിൽ വേണം അതിനെ വ്യാഖ്യാനിക്കുവാൻ. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ലഘുവായ ചെറിയ ഒരു ഡിക്ഷണറി നമ്മുടെ പഠനത്തിനായി ഉപയോഗിക്കുന്നത് ഏറ്റവും സഹായകരമാണ്. അങ്ങനെ നാം പഠിക്കുമ്പോൾ പഠനഭാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകും. 1, പഠനഭാഗം എന്ത് പറഞ്ഞു, 2, അതിൻ്റെ അർത്ഥം എന്താണ്. പഠനം അവസാനിച്ചില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിൻ്റെ ആവശ്യകത, ആപ്ലിക്കേഷൻ. ഞാൻ പഠിച്ച വേദഭാഗം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതായ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, അത് പ്രായോഗികമാക്കുവാനായി ശ്രമിക്കണം. അപ്പോൾ മാത്രമേ ഈ പഠനം പൂർത്തിയാകുകയുള്ളൂ. ഇതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. ഞാൻ അമുഖമായി ചുരുക്കമായി ഈ ഭാഗം ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രം. ആദ്യമായി അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതൊരു സഹായകരമായി തീരാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ 3-ാമത്തെ ആഴ്ചയിലെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പുസ്തകം കയ്യിലുള്ളവർ നിങ്ങൾക്ക് പുസ്തകം തുറന്ന് ഒന്നിച്ച് നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 23 ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്, അഥവാ 3-ാം ആഴ്ച. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ 3-ാം ആഴ്ചയിലെ ഇൻട്രൊഡക്ഷൻ മുഖവുര ഒന്ന് വായിക്കാം. പത്ത് കൽപ്പനകൾ ഏറ്റുവാങ്ങാനായി മോശെ സീനായി പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ മറ്റു മനുഷ്യർ ആരും അവർ മരിച്ചു പോകാതിരിക്കേണ്ടതിന് അവനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അശുദ്ധനായ മനുഷ്യന് പ്രവേശനമില്ല. മോശെ 40 പകലും രാവും പർവ്വതത്തിൽ ചെലവഴിച്ചു. ദൈവം അവന് കൊടുത്തത് 10 കൽപ്പനകളും സമാഗമന കൂടാരത്തിൻ്റെ വിശദമായ രൂപരേഖയും മാത്രമായിരുന്നില്ല. തിരുനിവാസത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നതും കരപൂരണം ചെയ്യുന്നതും എങ്ങനെ ആയിരിക്കണമെന്നും മോശയ്ക്ക് പറഞ്ഞുകൊടുത്തു. മനുഷ്യന് ഒരു പ്രതിനിധി വേണം. ഈ പുതിയ ആരാധനാ സ്ഥലത്ത് അവനു വേണ്ടി മധ്യസ്ഥനാകാനും
ദൈവത്തിന് തൃപ്തികരമായ രീതിയിൽ യാഗങ്ങൾ നടത്തി അവൻ്റെ സ്വമേധാ ദാനങ്ങൾ സ്വീകാര്യമായ വിധത്തിൽ അർപ്പിക്കാൻ കഴിയുന്നതുമായ ഒരാൾ അങ്ങനെ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവരുടെ മധ്യത്തിൽ ദൈവം വസിക്കുകയും അവരോട് സമ്പർക്കം പുലർത്തുകയും ചെയ്യും. പുരോഹിതന്മാർ എപ്പോൾ എങ്ങനെ ദൈവാലയത്തിൽ ആരാധന നടത്തണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം കൊടുത്തു. സ്വന്തമായി ഒരു മാർഗം വിഭാവനം ചെയ്യാനോ നടപ്പാക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പുരോഹിതന് ഇല്ലായിരുന്നു. എല്ലാം ദൈവം പറഞ്ഞ വിധത്തിൽ തന്നെ ചെയ്യണം. പുരോഹിതനെയും സമാഗമന കൂടാരത്തിൽ അവൻ്റെ പാതയെയും നിരീക്ഷിക്കുമ്പോൾ യഥാർത്ഥ ആരാധന അനുഭവമാക്കുവാൻ നാം ഏത് പാതയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാകും. അടുത്ത 3 ആഴ്ച നാം തിരുനിവാസത്തിലെ എല്ലാ ഭാഗങ്ങളോടും പുരോഹിതൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എങ്ങനെ യേശുവിന് നിഴലായിരിക്കുന്നു, ഇന്ന് അതിന് നമ്മോടുള്ള ബന്ധം എന്താണ് എന്നെല്ലാം കാണാൻ പോവുകയാണ്. താങ്ക് യു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ വായിച്ച വേദഭാഗത്തിൽ മോശ സീനായ് പർവ്വതത്തിലേക്ക് കയറിപ്പോയ സംഭവവും അതിനുശേഷം 40 രാവും 40 പകലും അവിടെ ചെലവഴിച്ച ശേഷം ലഭിച്ചതായ 10 കൽപ്പനകൾ മാത്രമല്ല, സമാഗമന കൂടാരത്തിൻ്റെ വിശദമായ രൂപരേഖയും മാത്രമല്ല, തിരുനിവാസത്തിൽ സൂക്ഷിക്കാനുള്ള പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം മോശയ്ക്ക് കാണിച്ച മാതൃകയും തിരുനിവാസത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ളതായ പുരോഹിതന്മാരുടെ പങ്കിനെക്കുറിച്ചും അത് ഏതെല്ലാം വിധത്തിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ഒരു വിവരണം പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. ആ അനുഭവത്തെക്കുറിച്ചാണ് നാം തുറന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ പുരോഹിതന്മാർ എങ്ങനെയാണ്, എപ്പോഴാണ് ദേവാലയത്തിൽ ആരാധന നടത്തണമെന്നും തക്കതായ നിർദ്ദേശം ദൈവം കൊടുത്തു. ശ്രദ്ധിക്കണം, സമാഗമന കൂടാരം പണിയുവാനായി ദൈവം മോശയോട് കൽപ്പിച്ചപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മാതൃക പ്രകാരം തന്നെ വേണം ഉണ്ടാക്കുവാൻ. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ആ മാതൃക മാത്രമല്ല, അതിലെ എല്ലാ പ്രവൃത്തിയും എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അവിടെയുള്ള ശുശ്രൂഷകൾ, അതും ആരാധനയുമായുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആരാധന എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതിനെ നിസ്സാരമായി കാണുവാനോ അത് ലളിതമായി കാണുവാനോ കഴിയുകയില്ല. ആരാധന എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ആ ഗൗരവം അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരാധിക്കുക മാത്രമാണ് ആരാധന അർത്ഥവത്തായി മാറുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഓരോ വേദഭാഗങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യം ചെയ്യുന്നത് നിരീക്ഷിക്കുക എന്നതാണ്. ആദ്യം നിരീക്ഷിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായി വിളിച്ചു വരുത്തുവാൻ ദൈവം മോശയോട് പറഞ്ഞു. പുരോഹിതന്മാർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അത് ആരാധനയാണ്. അത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലെ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ആ വേദഭാഗം വായിക്കുമ്പോൾ എല്ലാവരും അടയാളപ്പെടുത്തേണ്ടതായ 2 വാക്കുകളുണ്ട്. ഇതാണ് താക്കോൽ വാക്ക്. ഞാൻ നേരത്തെ ഓർപ്പിക്കേണ്ട താക്കോൽ വാക്കുകൾ. ഒന്ന്, പ്രായശ്ചിത്തം എന്ന വാക്ക് അർത്ഥവൃത്തം കൊണ്ട് അടയാളപ്പെടുത്തുക. അർത്ഥവൃത്തം തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾ സൗകര്യം അർത്ഥപൂർണമായ ഒരു അടയാളം കൊടുത്താൽ മതിയാവും. പ്രായശ്ചിത്തം എന്ന വാക്ക് അർത്ഥവൃത്തം കൊണ്ട് അടയാളപ്പെടുത്തുകയും അഹ്റോനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ക്യാപിറ്റൽ P കൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്യാം. അഥവാ മലയാളത്തിൽ അടയാളപ്പെടുത്തുന്നവർക്ക് ആ എന്ന വാക്ക് ഉപയോഗിക്കാം, അക്ഷരം ഉപയോഗിക്കാം. ഓക്കെ, അതിൻ്റെ 9-ാം അധ്യായം, ലേവ്യ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം വായിച്ച് അടയാളപ്പെടുത്തുവാനായി ഞാൻ അരവിന്ദ് ബ്രദറിനെ ക്ഷണിക്കുന്നു. ഈ ഭാഗം വായിച്ച് മാർക്ക് ചെയ്യാനായിട്ട് അരവിന്ദ് ബ്രദർ നമ്മളെ സഹായിക്കും. അഹരോനോട്
ടി മാർക്ക് ചെയ്യുക. ചേർന്ന് നീ പറയണം. നമുക്ക് യാഗപീഠത്തിൽ അഹരോൻ എന്ന വാക്ക് ഒന്നിച്ച് പറഞ്ഞ് അടയാളപ്പെടുത്താം. അപ്പൊ എല്ലാവരും ആ വാക്ക് ശ്രദ്ധിച്ച് അഹരോനോട് അടയാളപ്പെടുത്തി വിട്ടു. അഹരോനോട് മോശ, നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം അടയാളപ്പെടുത്തണം. കുറച്ച് ജനത്തിന്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായശ്ചിത്തം അടയാളപ്പെടുത്താം കഴിക്കുക എന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടെ ഈ ഒരു വാക്യത്തിൽ എത്ര പ്രാവശ്യം അഹരോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? എത്ര പ്രാവശ്യം അഹരോൻ എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയവർക്ക് പറയാം. അഹരോൻ 1, പിന്നെ നീ, പ്രൊനൗൺസ് ഉണ്ട്, സർവനാമങ്ങളുണ്ട്. പിന്നെ ഉണ്ട് നീ, നിന്റെ, നിനക്ക്. അത്രേ. താങ്ക് യു. പ്രായശ്ചിത്ത വാക്ക്, പ്രായശ്ചിത്തം 2 ഓക്കെ, താങ്ക് യു. അപ്പൊ അഹരോനെ കുറിച്ച് എന്താ ഇതിനകത്ത് പഠിച്ചത്? ഓൾറെഡി ഒന്നാമത്തെ താക്കോൽ വാക്ക് അഹരോൻ. അഹരോനെ കുറിച്ച് എന്തൊക്കെ വിവരമാണ് ഈ ഒരു വാക്യത്തിൽ കാണുന്നത്? പറഞ്ഞോളൂ. അഹരോനോട് എങ്ങനെയാ യാഗപീഠം പണിയേണ്ടതെന്നുള്ള രീതി പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അഹരോൻ എവിടാ പോകേണ്ടത്? വേർ ഹി ഹാസ് ടു ഗോ? യാഗപീഠത്തിന്റെ അടുത്ത്, യാഗപീഠത്തിന്റെ അടുക്കൽ പോകണം. ഓക്കെ. 2, അഹരോൻ എന്ത് കേൾക്കണം? യഹോവ കൽപ്പിക്കുന്നത്. യഹോവ കൽപ്പിക്കുന്നത് കേൾക്കണം. ഓക്കെ. അത് കേട്ടാൽ മാത്രം മതിയോ? അല്ല, എന്ത് ചെയ്യണം? ഹോമയാഗം അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എങ്ങനെയാണ് ഹോമം കഴിക്കേണ്ടത്? യഹോവ കൽപ്പിച്ചതുപോലെ. അതെ. യഹോവ കൽപ്പിച്ചതുപോലെ, സെയിം ആസ് ഗോഡ് കമാൻഡഡ്. മാറ്റം വരാൻ പാടില്ല. ഓക്കെ. ആർക്ക് വേണ്ടിയുള്ള ഹോമയാഗമാണ് അർപ്പിക്കേണ്ടത്? അഹരോനും ജനങ്ങൾക്കും വേണ്ടി. അഹരോന് വേണം, അതുപോലെ ജനത്തിന് വേണം. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ പാപയാഗവും ഹോമയാഗവും കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ? ഇത് കഴിച്ചു കഴിയുമ്പോൾ യഹോവ അതിൽ പ്രീതിപ്പെടണം. ഈ വാക്യത്തിൽ പുറത്തു പോകരുത് ദൈവം. ഈ വാക്യത്തിൽ നിൽക്കുക. ഓക്കെ ഓക്കെ സാർ. അതിന്റെ പ്രായശ്ചിത്തം ചെയ്യുന്നു. താങ്ക് യു. അവർക്ക് പ്രായശ്ചിത്തം ലഭിക്കുകയാണ്. ഓക്കെ. പ്രായശ്ചിത്തം ലഭിക്കുക. അപ്പൊ ആർക്കൊക്കെ പ്രായശ്ചിത്തം ലഭിക്കും? അഹരോനും ജനത്തിനും. അഹരോന്, 2 ജനത്തിന്. ജനം. വെരി ഗുഡ്. നല്ല ഒബ്സർവേഷൻ. ഓക്കെ. അപ്പൊ ഈ വാക്യത്തെ കുറിച്ച് നമുക്ക് ഇത്രയും വിവരം കിട്ടി അല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഞാനത് വായിക്കാം. പ്രായശ്ചിത്തം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം മൂടുക എന്നാണ്. നമ്മൾ അതുകൊണ്ടാണ് ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചത്. കവർ ചെയ്യുക എന്ന അർത്ഥം വരുന്ന ഒരു അർത്ഥവൃത്താകൃതികൾ വരയ്ക്കാൻ കാരണം ഇനി അർത്ഥം കൂടെ ചേർത്ത് വരുന്ന ഒരു അടയാളം കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രായശ്ചിത്തം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം മൂടുക എന്നാണ്. വിശുദ്ധനായ ദൈവത്തെ സമീപിക്കാനായി പാപിയായ മനുഷ്യൻ യാഗരക്തം കൊണ്ട് പാപം മൂടുന്നതിന്റെ ആശയം അതിലുണ്ട്. ന്യായപ്രമാണം എന്ന പഴയ ഉടമ്പടിയിൽ ഇത് സാധിച്ചിരുന്നത് ഒരു മൃഗത്തിന്റെ രക്തം മറുവിലയായി കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കഴിക്കുന്ന യാഗവസ്തു എന്താണ്? മൃഗം. താങ്ക് യു. മൃഗം. ഓക്കെ. നമ്മൾ ആദ്യം അത് വായിച്ചു, അടയാളപ്പെടുത്തി, അതിനെക്കുറിച്ച് ആ വാക്യത്തെ ഒരു ചെറിയ വിവരണം നമുക്ക് ലഭിച്ചു. ഇനി ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് വന്ന ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, പ്രായശ്ചിത്തം എന്ന പദം അടയാളപ്പെടുത്തി നിങ്ങൾ എന്ത് പഠിച്ചു? പ്രായശ്ചിത്തം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, വളരെ എളുപ്പമാണ്. പ്രായശ്ചിത്തം എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അഹരോനും ജനത്തിനും വേണ്ടി, അവരുടെ പാപത്തിന്. അഹരോന്റെയും ജനത്തിന്റെയും എന്തിനു വേണ്ടി? പാപങ്ങൾക്ക് വേണ്ടി. പാപത്തിന് വേണ്ടി. ഓക്കെ. അപ്പൊ പ്രായശ്ചിത്തം ഈസ് കണക്റ്റഡ് ടു സിൻ.
പ്രാപത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തമാണ്. അഹരോന്റെയും ജനത്തിന്റെയും പാപത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തം. ഓക്കെ, മാത്രമല്ല ഈ ജനത്തിന്റെ വഴിപാട് ആരാ കൊണ്ടുവരുന്നത്? ജനമാണ് കൊണ്ടുവരുന്നത് അല്ലേ? അതെ. ജനത്തിന്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം മധ്യസ്ഥനായി നിൽക്കുന്ന വ്യക്തി ആരാ? ഓക്കെ, ഇതിന്റെ മധ്യസ്ഥനായി ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തി ആരാ? അഹരോനാ അല്ലേ? അതെ. ഓക്കെ, പുരോഹിതനാണ്. ഓക്കെ, അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ തുടർന്നുള്ള പാഠം പഠിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ അത് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. എങ്ങനെയായിരുന്നു പ്രായശ്ചിത്തം ചെയ്തിരുന്നത്? യാഗം കഴിക്കുന്നതിലൂടെ. ഓക്കെ, യാഗം കഴിക്കുന്നതിലൂടെ. ഓക്കെ, ഞാൻ ആ ഒരു വാക്യത്തെ മാത്രം എടുത്തുള്ളൂ. രണ്ടാമത്തെ വേറൊരു ഭാഗമാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യവും 15-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യവും 8-ാം അധ്യായം 1-ഉം 2-ഉം വാക്യവും നമ്മൾ വായിക്കാൻ പോവുകയാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമാഗമന കൂടാരത്തിലും അതിനുശേഷം ദൈവാലയത്തിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ലേവി ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം അഹരോന്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യർ ആകണമായിരുന്നു. എന്നാൽ കാലത്തികവെങ്കിൽ ദൈവം പുരോഹിതനാകുവാൻ മറ്റൊരാളെ നിയോഗിച്ചു. ഓക്കെ, എബ്രായർ 4:14, 15, 9, 10, 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുകയും പുരോഹിതൻ എന്ന വാക്കും അതിന്റെ സർവനാമങ്ങളും പി എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തുക. പുരോഹിതൻ എന്നതും അതിന്റെ സർവനാമങ്ങളും പി എന്ന അല്ലെങ്കിൽ പു എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തും. ഓക്കെ, മാത്യു പാസ്റ്റർ ഒന്ന് വായിച്ച് സഹായിക്കാമോ ഈ 3 വേദവാഹങ്ങൾ? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് പുരോഹിതനായി എന്നത് അടയാളപ്പെടുത്തുക. നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഇനി 5-ാം അധ്യായം 8 മുതലുള്ള വാക്യമല്ലേ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ അടയാളപ്പെടുത്തണം എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. എബ്രായർ 8:1-2-5. ഓക്കെ, നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ അടയാളപ്പെടുത്തണം നമുക്കുണ്ട്. ഓക്കെ, താങ്ക് യു. മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുറത്തു വരാം. ഓക്കെ, ഇതിനകത്ത് പുരോഹിതൻ എന്ന വാക്ക് അടയാളപ്പെടുത്തി, സർവനാമം ഉൾപ്പെടെ നമ്മൾ അടയാളപ്പെടുത്തി. ഈ പുരോഹിതനെ കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കി? നമ്മുടെ മഹാപുരോഹിതൻ ആരാ? ദൈവപുത്രനായ യേശു ആകാശത്ത് കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആരാണ്? യേശു ക്രിസ്തു. ഓക്കെ, വേറെ എന്തെങ്കിലും ഈ ആളിനെ കുറിച്ച് കാണുന്നുണ്ടോ? ഈ മഹാപുരോഹിതനെ കുറിച്ച് വേറെ വല്ലതും കാണുന്നുണ്ടോ? നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യരക്ഷയുടെ കാരണഭൂതൻ, വാക്യം 9 അല്ലെ? നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഓക്കെ, ഇനിയും കഷ്ടമനുഭവിച്ച അനുസരണങ്ങളാൽ പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. താങ്ക് യു. ഇനിയുണ്ടാവല്ലോ. അഹരോന്യ ക്രമപ്രകാരമല്ല, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാം ആര് കൊടുത്തു? ദൈവത്താൽ ലഭിച്ചു.
ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഓക്കെ, ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഓക്കെ, ഗുഡ്. യേശു ഇപ്പൊ എവിടെയാണ്? അവനിപ്പോൾ എവിടെയാണ്? പിതാവിന്റെ സന്നിധിയിൽ. മഹിമാസനത്തിന്റെ വലത്തുഭാഗം. ഏതാ പറഞ്ഞു? പിതാവിന്റെ വലത്തുഭാഗം. സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗം. ഓക്കെ, അത് ഈ വാക്യത്തിൽ ഉള്ളതാണോ? സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത്. താങ്ക് യു. എബ്രായർ 8:1 അല്ലേ? അതെ, എബ്രായർ 8:1. സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി. ഓക്കെ, അപ്പോ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗം. അവൻ ഏത് കൂടാരത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്? മിനിസ്ട്രി ഏത് കൂടാരത്തിലാണ്? സത്യകൂടാരത്തിന്റെ. സത്യകൂടാരം. ആര് സ്ഥാപിച്ചത്? കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന് ശുശ്രൂഷനാണ് ആര്? യേശു ക്രിസ്തു. ഓക്കെ, താങ്ക് യു. നീ അടുത്ത ഭാഗത്ത് കിടക്കുകയാണ്. അഹരോനും അവന്റെ സന്തതി പരമ്പരയും ന്യായപ്രമാണം എന്ന പഴയ ഉടമ്പടി കീഴിൽ സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലും സേവ ചെയ്തു. കൃപയുടെ പുതിയ നിയമത്തിന് കീഴിൽ യേശു നമ്മുടെ മഹാപുരുഷനായി സ്വർഗത്തിലെ സത്യകൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇന്നും പുരോഹിതരുണ്ടോ എന്ന ചില പുതിയ നിയമഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് യഥാർത്ഥമായി വിശ്വസിക്കുന്നവരുടെ ശരീരം ഒഴികെ മറ്റ് ദൈവാലയമൊന്നും നിലവിൽ ഇല്ലല്ലോ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 5-6, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ഓക്കെ, ഈ 2 വേദഭാഗങ്ങൾ വായിച്ചിട്ട് പുരോഹിതവർഗം, പുരോഹിതന്മാർ എന്നിവ പി എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തണം. വെളിപാട് 1:5-6, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ആന്റി വായിക്കാമോ? വെളിപാട് 1:5-6. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി. പുരോഹിതന്മാർ പി എന്ന് മാർക്ക് ചെയ്യണം. പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവും, പി അടയാളപ്പെടുത്തണം, വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ വായിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ. ആരാണ് പുരോഹിതന്മാർ? ആരാണ് പുരോഹിതന്മാർ? നമ്മള് ആദ്യം കണ്ടു ലേവ്യ പുസ്തകത്തിൽ അഹരോനാണ് പുരോഹിതൻ. ഓക്കെ, പിന്നെ നമ്മൾ മുന്നോട്ട് വന്നു, എബ്രായത്തിൽ വന്നപ്പോൾ ആരെ കണ്ടു? യേശു ക്രിസ്തു എന്ന മഹാദൂതനെ കണ്ടു. ഇപ്പോൾ വെളിപാട് പുസ്തകത്തിലും പത്രോസ് ലേഖനം പഠിച്ചപ്പോൾ ഇവിടെ ആരാണ് പുരോഹിതന്മാർ? വി ആർ ദ പ്രീസ്റ്റ്. ഓക്കെ, വി എന്ന് പറയുമ്പോൾ ആരാണ് നമ്മൾ? അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവൻ. അത് വെളിപാട് പുസ്തകത്തിൽ എന്താ കാണുന്നത്? വെളിപാട് നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് വെളിപാട് പുസ്തകത്തിലാണല്ലോ. വെളിപാട് പുസ്തകത്തിൽ എന്താ കാണുന്നത്? 1-ാം അധ്യായം 5. പാപം പോക്കപ്പെട്ടവർ അല്ലെങ്കിൽ പാപ പരിഹാരം പ്രാപിച്ചവർ, നമ്മുടെ പാപം പോക്കി പരിഹാരം. ഓക്കെ, പിന്നെ രക്തത്താൽ വിടുവിച്ച്. ഓക്കെ, അപ്പൊ ഒന്നാമത് പാപം പോക്കപ്പെട്ടവർ അല്ലേ? 2 രക്തത്താൽ വിടുവിക്കപ്പെട്ടവർ. 3 അപ്പോ രക്ഷിക്കപ്പെട്ട, പാപം ക്ഷമിക്കപ്പെട്ടു എന്ന്
ഉറപ്പുള്ള ഒരു വ്യക്തി ആരാണ്? പുരോഹിതൻ. The priest. പുരോഹിതന്മാർ. ഓക്കെ, അപ്പോ പുരോഹിതന്മാരാണ്. താഴെ നമ്മൾ പത്രോസിനടുത്ത് വായിച്ചു, 9-ാം വാക്യത്തിൽ ആന്റി പറയുണ്ടായി, നിങ്ങളും അന്ധകാരത്ത് നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സ്ഥലം ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു. അന്ധകാരത്ത് എവിടേക്ക് വന്നു? അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോ അന്ധകാരത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. വെളിപാട് പുസ്തകത്തിൽ പാപം പോക്കപ്പെട്ടവർ, 2 വിടുവിക്കപ്പെട്ടവർ യേശുവിന്റെ രക്തത്താൽ. പത്രോസ് ലേഖനത്തില് നമ്മൾ കാണുന്നത് അന്ധകാരത്ത് നിന്ന് പ്രകാശത്തിലേക്ക് വന്നവർ. അവരാരാണ്? പുരോഹിതന്മാരാണ്. ഓക്കെ, അതേ ചോദ്യം, അതിനോട് തന്നെ ഒരു ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നാം പുരോഹിതന്മാരാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നാം പുരോഹിതന്മാർ? നമുക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. ആർക്ക് വേണ്ടിയാണ് നാം പുരോഹിതന്മാരായിരിക്കുന്നത്? നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുന്ന. ഇല്ല, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പുരോഹിതന്മാരാണ്. ഓക്കെ, നമ്മൾ ആ വെളിപാട് പുസ്തകത്തിലേക്ക് വന്നേ. ആദ്യത്തെ ഭാഗം വെളിപാട് പുസ്തകം 1-ാമത്തെ 5-6 വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അത് ദൈവത്തിനാണ്. ഓക്കെ, നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാർ. വി ആർ ദ പ്രീസ്റ്റ് ഫോർ ഗോഡ്. ഓക്കെ, ദൈവത്തിനുള്ള പുരോഹിതന്മാരാണ് നമ്മൾ. ഓക്കെ, ദൈവത്തിന് പുരോഹിതന്മാരാണ്. ഓക്കെ, മറ്റേ ആന്റി പറഞ്ഞു സൽഗുണങ്ങളെ ഘോഷിപ്പ് എന്നുള്ളത് പുരോഹിതന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട. ഓക്കെ, ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട. ഓക്കെ, ഇനി അടുത്തത്, ഈ അവസ്ഥയിൽ ഞാനൊരു പുരോഹിതനാണ് എന്നുള്ള അറിവ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വിധത്തിന് മാറ്റം വരുത്തുമോ? ഞാൻ ദൈവത്തിന് പുരോഹിതനാണ് എന്നുള്ള അറിവ് എന്റെ ആരാധനാ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്താണ്? നമ്മുടെ ആരാധനാ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്തായിരിക്കും? ഉത്തരവാദിത്വം കൂടും. ഉത്തരവാദിത്വം കൂടുന്നു. അപ്പൊ ആരുടെ പുരോഹിതനാണ് നമ്മള്? ദൈവത്തിന്റെ. അപ്പൊ ദൈവം ആരാണ്? എന്റെ പാപം പോക്കി. ദൈവം സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച അഖിലാണ്ടത്തിനുടയവനായ ഉന്നതനായ ഒരു ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുമ്പോൾ ഞാൻ അവന് പുരോഹിതനായിരിക്കുമ്പോൾ എന്റെ ആരാധനയിൽ എന്റെ ഉത്തരവാദിത്വം എന്താണ്? അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കുമോ? അതോ അതിന് ഗൗരവം കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? ഗൗരവം കൊടുക്കണം. താങ്ക് യു. ഗൗരവം കൊടുക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആരാധനയുമായുള്ള ബന്ധത്തിന് ഈ അറിവ്, ഞാൻ ദൈവത്തിന്റെ പുരോഹിതനാണ്, ദൈവത്തിന് പുരോഹിതനാണെന്നുള്ള അറിവ് മനസ്സിലാക്കുമ്പോൾ ആ അറിവ് എന്നെ നയിക്കുന്നത് ആരാധനയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. എത്ര ഭയഭക്തിയോടെ, എത്ര ഗൗരവത്തോടെ, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇത് നമുക്ക് വിരൽ ചൂണ്ടുകയാണ്. ഓക്കെ, എന്റെ ആരാധന ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും, അതാ പുരോഹിത ശുശ്രൂഷ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? വിശുദ്ധിയിൽ ദൈവത്തെ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങൾ എന്താണ് ഘോഷിക്കേണ്ടത്? ഇതാണ് നമ്മൾ പത്രോസിനടുത്ത് വായിക്കുന്നത്. എന്താണ് നിങ്ങൾ ഘോഷിക്കേണ്ടത്? വാട്ട് ടു ബി പ്രൊക്ലെയിംഡ്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കണം. സൽഗുണങ്ങളെ ഘോഷിക്കണം. ആരെ? വിളിച്ചവന്റെ സൽഗുണങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൽഗുണങ്ങൾ അറിയണ്ടേ? ഓക്കെ, അവന്റെ സൽഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് എവിടെ കാണുന്നത്? ദൈവവചനത്തിലുണ്ട്. ആ ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ്, ദൈവവചനമായുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോഴാണ് അവന്റെ സദ്ഗുണങ്ങളെ മനസ്സിലാക്കുവാനായി സാധിക്കുക. അറിയുമ്പോൾ മാത്രമേ അത് പ്രൊക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഡിക്ലെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ ഘോഷിക്കുക എന്നുള്ളതാണ്. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അപ്പോൾ സൽഗുണങ്ങൾ ഘോഷിക്കുന്നതും ആരാധന നമ്മുടെ ബന്ധം എന്താ?
how that relates with the worship. ഗോസ്പൽ ഷെയറിങ് അഥവാ യേശു ക്രിസ്തുവിനെ മറ്റൊരു പരിചയപ്പെടുത്തുമ്പോഴും ആരാധന തമ്മിലുള്ള ബന്ധമുണ്ടോ? ഒന്നുകൂടി ഞാൻ പറയാം. ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അവരുടെ സദ്ഗുണങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ആരാധനയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തന്നെ ഒരു ആരാധനയാണ്. അത് തന്നെ ഒരു ആരാധനയാണ്. സാക്ഷ്യം അപ്പൊ പറയുന്നത് ആരാധന yes, സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ പ്രകീർത്തിക്കുകയല്ലേ? പ്രകീർത്തിക്കുകയാണ്. അപ്പൊ ആരാധന എന്നുള്ളത്, സാക്ഷ്യം എന്ന് പറയുന്നത് അത് ഒരു ചുവരുകൾക്കകത്തുള്ളതാണോ അതോ ചുവരുകൾക്ക് പുറത്തുള്ളതാണോ? ദൈവം ചെയ്ത നന്മകൾ നന്മകൾ അല്ലെങ്കിൽ സ്നേഹം, കരുതൽ, ഇതൊക്കെ പ്രകീർത്തിക്കുന്നത് ആരാധനയുടെ ഭാഗമാണ്. ആരാധന ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ എന്നുള്ള ചോദ്യം. അല്ല, അല്ല. ചുവരുകൾക്ക് പുറത്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതം തന്നെ എന്തായി മാറണം? ആരാധനയായി ഒരു മാറണം. ആരാധനയായി മാറണം. ഓക്കെ, അപ്പൊ ആരാധനയുടെ വിവിധ വശങ്ങൾ നാം പഠിക്കുകയാണ്. അടുത്തത് നമ്മൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പുരോഹിതന്മാരുടെ ശുശ്രൂഷയും അതവരെന്താ ചെയ്യേണ്ടത്, യാഗത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയുണ്ടായി. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒബ്സർവേഷൻ. സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുവാൻ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. അതെവിടെയാണ്? കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന പ്രാകാരവാതിൽ. ഇതിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തില് കാണാം വാതിൽ എവിടെയാണെന്നുള്ളത്. തെക്ക് പ്രാകാരവാതിൽ. ഓക്കെ, തെക്ക് ഭാഗത്ത് പ്രാകാരവാതിൽ. ഓക്കെ, കിഴക്ക് പ്രാകാരവാതിൽ. കിഴക്ക്, സോറി കറക്റ്റ് ആയില്ല, അത് ട്രാൻസ്ലേഷൻ കിഴക്ക് എന്നുള്ളത് കിഴക്ക് പ്രാകാരവാതിൽ. ഓക്കെ, തെക്ക് വടക്ക് എന്നുള്ളത് മറുഭാഗത്തെ കാണുന്നു. അപ്പോൾ പ്രാകാരവാതിൽ ആദ്യമാണ്, ഒരിടത്ത് മാത്രമേ വാതിലുള്ളൂ. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കണ്ടല്ലോ. ഇനി നാം മുന്നോട്ട് പോയിട്ട് വേദഭാഗങ്ങൾ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം, 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ ഭാഗങ്ങൾ വായിച്ച് ആലയത്തോടുള്ള ബന്ധത്തിൽ യേശുവിൽ എങ്ങനെ നിറവേറിയെന്ന് നോക്കാം. ആലയത്തോടുള്ള ബന്ധത്തിൽ അത് യേശുവിൽ എങ്ങനെ നിറവേറി എന്ന് നോക്കാം. ഇനി നമ്മൾ യേശുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ സർവനാമം ഉൾപ്പെടെ കുരിശിന്റെ ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അടുത്തൊരു കീവേഡാണ് യേശു ക്രിസ്തു. ബൈബിളിലുടനീളം യേശുവിനെ പരാമർശിക്കുന്ന വാക്കുകളെല്ലാം കുരിശിന്റെ അടയാളം കൊടുത്ത് നിങ്ങൾ അടയാളപ്പെടുത്തും. ഓക്കെ, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, വായിക്കാം. സോറി, 2 വാക്യങ്ങൾ. യോഹന്നാൻ 10:9. ഓക്കെ, മാത്യു പാസ്റ്റർ വായിക്കാമോ? വായിക്കാം. യേശു സംസാരിക്കുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. താങ്ക് യു. 2 വേദഭാഗം നമ്മൾ വായിക്കുകയുണ്ടായി. യേശുവിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അത് 9-ാം വാക്യത്തിലുണ്ട്. 1, 2 റെഫറൻസ് ഉണ്ട് യേശുവിനെ കുറിച്ച് 9-ാം വാക്യത്തില്. യോഹന്നാൻ 14:6 1, 2, 3. ഓക്കെ, 3 റെഫറൻസ് ഉണ്ട് യേശുവിനെ കുറിക്കുന്നത്. ഓക്കെ, നിങ്ങളത് ക്രോസ് മാർക്ക് ചെയ്യണം. അപ്പൊ ഈ 2 വാക്യങ്ങളിൽ നിന്ന് യേശുവിനെ കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? യേശുവിനെ പറ്റി മനസ്സിലാക്കിയ കാര്യം, യേശുവിൽ കൂടെ കടക്കാൻ പറ്റുമോ? ഓക്കെ, യേശു ആരാണ്? വാതിലാണ്. വാതിലാണ്. ആ വാതിലൂടെ കടന്നാൽ എന്ത് കിട്ടും? രക്ഷപ്പെടും. ഓക്കെ, രക്ഷപ്പെട്ടു മാത്രമാണോ? ബാക്കി എന്തുണ്ട്? അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും. അപ്പൊ യേശുമായുള്ള ബന്ധത്തിലായി കഴിയുമ്പോൾ എന്തൊക്കെ ലഭിക്കും? രക്ഷ, പിന്നെ ഭക്ഷണം, അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ യേശുവിന്റെ എന്ന വാതിലൂടെ പ്രവേശിച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരുമോ? അതാ ചോദ്യം.
ഇല്ല. ഓക്കെ ഓക്കെ. അവിടെ മേച്ചൽ കണ്ടത്. യോഹന്നാൻ 14:6 എന്താ കാണുന്നത് യേശുവിനെ കുറിച്ച്? വഴിയും സത്യവും ജീവനും ആവുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അത് യുണീക്കാണ്. യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു വഴിയില്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതെ. ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അപ്പോ ഈ ഞാൻ എന്ന വഴിയിലൂടെ, ഞാൻ എന്ന സത്യത്തിലൂടെ, ഞാൻ എന്ന ജീവനിലൂടെ അകത്തെ പ്രവേശിക്കുമ്പോൾ എവിടെ ചെല്ലാം? പിതാവിന്റെ അടുക്കൽ. പിതാവിന്റെ ഒക്കെ ചെല്ലാം. താങ്ക് യു. അത് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമ്മെ സഹായിക്കും. ഇനിയും പ്രാകാരവാതിൽ നമ്മൾ നേരത്തെ കണ്ടു. സമാഗമന കിഴക്ക് വശത്തുള്ള വാതിൽ. പ്രാകാരവാതിലിനെ പറ്റി നിങ്ങൾ പഠിച്ചതുമായി ഇതെങ്ങനെ ബന്ധപ്പെടും? സമാഗമന കൂടാരത്തിൽ പ്രാകാരവാതിലിനെ കുറിച്ച് പഠിച്ചതായി ബന്ധപ്പെട്ട് ഈ യേശു പറഞ്ഞ വാക്കുകളുമായി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രാകാരവാതിൽ സിമ്പലാണ്, യേശുവിന്റെ സിമ്പലാണ്. ഓക്കെ. ഒരൊറ്റ വാതിലേ ഉള്ള സമാഗമന കൂടാരത്തിൽ കയറാൻ. അത് ഒരൊറ്റ വാതിലിൽ കൂടെ തന്നെ കയറിയാലേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ. ഓക്കെ. മാത്രമല്ല അവർക്ക് ഇവിടെ ചെല്ലാം. പ്രാകാരങ്ങളിലല്ലേ എത്തുന്നുള്ളൂ. അല്ല, പ്രാകാരത്തിൽ മാത്രമാണ് എത്തുന്നത്. അവരെവിടെ ചെല്ലാം? അകത്തോട്ട് പോവാ അല്ലേ? സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് എൻട്രി കിട്ടുകയാണ്. പ്രാകാരത്തിലേക്ക് ആകുന്നുള്ളൂ. നോട്ട് ടു ദി ഹോളി സ്പേസ്, നോട്ട് ടു ദി ഹോളി ഓഫ് ദി ഹോളി സ്പേസ്. അത് താഴേക്ക് വരുമ്പോൾ അത് കാണാൻ സാധിക്കും. തുടർന്ന് വഴി സത്യം ജീവൻ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ അതിന് ഓരോ വഴി നമ്മൾ മുന്നോട്ട്. ഇപ്പൊ പ്രാകാരവാതിലിനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അവിടെ നിൽക്കുന്നത്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അടുത്ത ഭാഗത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദൈവത്തെ ആരാധിക്കുന്നതുമായി ഇതിന്റെ ബന്ധം എന്താണ്? ഈ വാതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആരാധനയുമായിട്ട്? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്രിസ്തുവിലുള്ള വിശ്വാസം. പിന്നെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ യേശുവിലൂടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് അല്ലെ? ഇറ്റ് ഇസ് ത്രൂ ക്രൈസ്റ്റ് വി വർഷിപ്പ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ മാറ്റി നിർത്തിയാൽ ആരാധന ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ യേശു ആരാധനയുടെ ഭാഗമാണ്. യേശുവിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ട്? ഓക്കെ, അത് അഗ്രി ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒന്നുകൂടെ എലാബറേറ്റ് പറയാമോ? കുറച്ചുകൂടി മനസ്സിലാക്കി പറയാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് യേശുവിലൂടെ എനിക്ക് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുമെന്നത്? പാപങ്ങളുടെ യാഗം യേശു മാത്രമേ അർപ്പിച്ചിട്ടുള്ളൂ. താങ്ക് യു. അപ്പൊ ഈ ക്രൂശ് മരണം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ മഹായാഗത്തിലൂടെ മാത്രമേ എനിക്ക് വീണ്ടെടുപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടു, പാപം പോക്കി അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുരോഹിതന്മാരെന്ന് കണ്ടു. രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത ആ യാഗ ശുശ്രൂഷയിലൂടെ മാത്രമേ എനിക്ക് പിതാവിന്റെ അടുക്കിലേക്ക് വരും. കാരണം നമ്മളാരാ? നമ്മളെല്ലാവരും പാപികളാണ്. നമുക്കൊരു പ്രായശ്ചിത്തം ആവശ്യം. നമ്മൾ പഴയ നിയമത്തിലെ പ്രായശ്ചിത്തം കവർ ചെയ്യണം. നമ്മളെ കവർ ചെയ്യണം. ആ പാപത്തെ കവർ ചെയ്യുവാനായി ഒരു യാഗം ആവശ്യമാണ്. ആ യാഗം ആരിലൂടെ നടന്നു? യേശു ക്രിസ്തുവിലൂടെ നടന്നു. നമ്മുടെ പാപത്തെ അവൻ മറച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാ യേശുവിനെ കൂടാതെ ഒരാൾക്ക് വാസ്തവമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. യേശുവിനെ കൂടാതെ ഒരാൾക്ക് വാസ്തവമായി ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ. അടുത്ത ഭാഗത്തിൽ വരുമ്പോൾ ഒരു താമ്ര യാഗപീഠം, നമ്മൾ ആദ്യം കാണുന്ന വാതിൽ കഴിഞ്ഞാൽ അടുത്ത ഭാഗം കാണുന്നത് യാഗപീഠമാണ്. ഓക്കെ, അതിന്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ,
ഇനി നമ്മൾ ആ വേദഭാഗത്തോട് കടന്നു വരികയാണ്. താമ്രയാഗപീഠത്തിന്റെ സ്ഥലം കണ്ടോ എവിടെയാണെന്ന്? സമാഗമന കൂടാരത്തില്. ഓക്കെ, പ്രാകാരവാതിൽ അങ്ങോട്ട് പ്രവേശിച്ചാൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ കാണുന്നതാണ് താമ്രയാഗപീഠം. ഇനി ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 5 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിനു മുൻപേ ആരാധകൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിലൂടെ അകത്ത് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് താമ്രയാഗപീഠമാണ്. ലേവ്യ പുസ്തകത്തിലെ ആദ്യത്തെ 9 അധ്യായങ്ങൾ താമ്രയാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന 7 വിവിധ യാഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ലേവ്യ പുസ്തകം ആദ്യത്തെ 9 അധ്യായം കഴിവതും എല്ലാവരും ഒന്ന് വായിക്കണം. നിങ്ങൾക്ക് സമയമെടുത്ത് വീട്ടിൽ ഈ റൂമിലിരുന്ന് വിഭാഗത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ് ആദ്യത്തെ 9 അധ്യായങ്ങൾ. അപ്പോൾ അവിടെ ഈ വിവിധ യാഗങ്ങൾ, പ്രത്യേകിച്ച് 7 വിവിധ യാഗങ്ങളെ കുറിച്ച് 9 അധ്യായങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്ന് മാത്രം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 5 വാക്യം നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കീവേഡ്സ് ആണ്, 4 കീവേഡ്സ്. യാഗം കൊണ്ടുവരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശം ചുറ്റും വൃത്തം വരയ്ക്കുക. പ്രായശ്ചിത്തം കഴിക്കാൻ കൊണ്ടുവരുന്നതായ അല്ലെങ്കിൽ യാഗം കൊണ്ടുവരുന്നതായ വ്യക്തിയെക്കുറിച്ച് ഉള്ള പ്രതിപാദിക്കുന്ന ആരാണോ അവിടെ വൃത്തം വരയ്ക്കുക. ഹോമയാഗം എന്നുള്ളത് സ്ക്വില്ലിൻ ലൈൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇങ്ങനെ അടയാളപ്പെടുത്തുക. പുരോഹിതനെ മാർക്ക് ചെയ്യുമ്പോൾ പി എന്നുള്ള അക്ഷരം അടയാളപ്പെടുത്തുക. പ്രായശ്ചിത്തം മുൻപിലത്തെ ഇതുപോലെ അർത്ഥവൃത്തം കൊണ്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അരവിന്ദ് ബ്രദർ ഒന്ന് വായിക്കാമോ ഈ വാക്യങ്ങള്? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 5 വരെ. നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങൾ മാർക്ക് ചെയ്യുക, യാഗം കൊണ്ടുവരുന്ന വ്യക്തി യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം അവിടെ മാർക്ക് ചെയ്യണം. കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അത് മാർക്ക് ചെയ്യണം. അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിലിൽ വെച്ച് അർപ്പിക്കണം. അവൻ വീണ്ടും മാർക്ക് ചെയ്യണം. ഹോമയാഗം മാർക്ക് ചെയ്യണം. ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം, അർത്ഥവൃത്തം മാർക്ക് ചെയ്യുക, വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവന്റെ എന്നും കൂടെ മാർക്ക് ചെയ്യും. 5-ാം വാക്യം കൂടെ. 5-ാം വാക്യം. അവൻ വീണ്ടും മാർക്ക് ചെയ്യുക, യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതൻ പി മാർക്ക് ചെയ്യുക. അതിന്റെ രക്തം കൊണ്ട് വന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കാം. താങ്ക് യു. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ചില ചോദ്യങ്ങൾ വായിക്കാം. ഹോമയാഗം അർപ്പിക്കുന്ന നടപടിക്രമം എങ്ങനെയായിരുന്നു? അതിന്റെ ക്രമം എങ്ങനെയായിരുന്നു പറഞ്ഞേ? ഹോമയാഗം അർപ്പിക്കുന്നതിന്റെ ക്രമം എങ്ങനെയായിരുന്നു? എന്തിനാ കൊണ്ടുവരേണ്ടത്? കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ കൊണ്ടുവരണം. പിന്നെ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. പിന്നെ എവിടെ വെച്ചാ അർപ്പിക്കേണ്ടത്? സമാഗമന കൂടാരത്തിന്റെ വാതിൽ വെച്ച് അർപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? 4-ാം വാക്യത്തില് ഹോമയാഗത്തിന്റെ തലയിൽ കൈവെക്കണം. ഹോമയാഗ തലയിൽ കൈവെക്കണം. അത് അവനെ എന്താണ്? പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും അല്ലേ? ഓക്കെ, പിന്നെ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോൻ പുത്രന്മാർ അവർ രക്തം കൊണ്ട് സമാഗമന വാതിൽ യാഗത്തിന് ചുറ്റും തളിക്കണം. അപ്പൊ അറുക്കപ്പെട്ട യാഗത്തിന്റെ രക്തം എവിടെ കൊണ്ടുവരണം? സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ഓക്കെ, ആ പ്രോസസ്സ് നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ എഴുതിക്കണം. ഓക്കെ, ഞാൻ നിങ്ങളത് നോട്ട്ബുക്ക് കുറിക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പൊ ഇതാണ് അതിന്റെ പ്രോസസ്. എവിടെയാണ് യാഗം അർപ്പിക്കേണ്ടത്?
സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള യാഗപീഠത്തിന് യാഗരക്തം എന്ത് ചെയ്യണം? ഓൾറെഡി പറഞ്ഞതാണ്, യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. തളിക്കണം. താമ്ര യാഗപീഠം സമാഗമന കൂടാരത്തിലെ ഒന്നാമത്തെ ഉപകരണമായതുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാനായി അടുത്ത് വരേണ്ടത് എന്നതിന്റെ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഒരാൾ ആരാധനയ്ക്കായി അടുത്ത് വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വാതിലൂടെ, നമ്മൾ ഓൾറെഡി വാതിൽ കണ്ടു, ആ വാതിൽ കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ അവന്റെ പ്രവൃത്തി എന്താണ്? പുരോഹിതന്റെ കൈ കൊടുക്കണം. യാഗം കഴിക്കണം, അല്ലെ? യാഗം കഴിക്കണം. അപ്പോ പഴയ നിയമത്തിൽ ജനം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യാഗം കഴിച്ചതിന് ശേഷം മാത്രമേ ആരാധിക്കാനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ യാഗവസ്തു ആരാ? കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലുള്ള മഹായാഗത്തിലുള്ള മാത്രമേ എനിക്ക് ആരാധനയിലേക്ക് അടുത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, ഈ രണ്ട് വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അതുകൂടെ തീർക്കാം. ഒന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യവും എബ്രായർ 10-ാം അധ്യായത്തിൽ 4 മുതൽ 12 വാക്യങ്ങളും വായിച്ചിട്ട് യേശുവിനെ കുറിച്ചുള്ളതായ പരാമർശങ്ങളെല്ലാം കുരിശുകൊണ്ട് അടയാളപ്പെടുത്തുന്നു. യാഗം, സർവാംഗ ഹോമം എന്നിവ നേരത്തെ ചെയ്തതുപോലെ ഹോമയാഗം അടയാളപ്പെടുത്തുമ്പോൾ സ്ക്വിഗ്ലി ലൈൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പാപം എന്നത് പ എന്ന അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തും. അപ്പൊ 3 അടയാളങ്ങൾ കൊടുക്കണം. 1 യേശു, 2 യാഗം, സർവാംഗ ഹോമം, പാപം എന്നത് പാ കൊണ്ട് അടയാളപ്പെടുത്തും. ഓക്കെ, മാത്യു പാസ്റ്റർ വായിക്കാമോ? യോഹന്നാൻ 1:29, എബ്രായർ 10, 4 മുതൽ 12 വാക്യം. ഓക്കെ, യോഹന്നാൻ 1:29 വായിക്കുന്നു. പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അടയാളപ്പെടുത്തണം. യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാപം, എബ്രായ ലേഖനം 10:4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പാപം അടയാളപ്പെടുത്തണം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, അത് അടയാളപ്പെടുത്താം. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും അടയാളപ്പെടുത്തേണ്ട 2 വാക്കുകളാണ്. നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും അടയാളപ്പെടുത്തണം. പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു അടയാളപ്പെടുത്തണം ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ,
ഇവിടെ യേശു എന്ന് അടയാളപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? യേശു എന്ന വാക്ക് അടയാളപ്പെടുത്തി പഠിച്ചു. ഇവിടുത്തെ മേജർ കഥാപാത്രം. ഏതൊക്കെ വാക്യത്തിലാണുള്ളത്? ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ എന്നാൽ ഒരു ശരീരം നീ എനിക്ക് എന്നുള്ള വാക്ക് ക്രിസ്തുവിനെ കുറിച്ചാണ്. 5-ാം വാക്യത്തിൽ നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അത് ദൈവം യേശുവിന് ഒരുക്കിയിരിക്കുന്നു. നീ 7-ാം വാക്യത്തില് അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ആരാ ഞാൻ? യേശു ക്രിസ്തു. പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഓക്കെ. പിന്നെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇനി 9-ാം വാക്യം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. വീണ്ടും പറയുന്നു 9-ാം വാക്യത്തിൽ. അവൻ എന്തിനെ സ്ഥാപിച്ചു? രണ്ടാമത്തേന്. ഒന്നാമത്തേതിനെ നീ കളയുന്നു, രണ്ടാമത്തേതിനെ. അപ്പൊ ഒന്നാമത്തെ ഏതാണ്? പഴയ നിയമത്തിലെ യാഗങ്ങൾ. ഇപ്പോൾ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ആര് വന്നു? യേശു ക്രിസ്തു കടന്നു. ഇനി 10-ാം വാക്യം, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിസ്തൃതിപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു യാഗമായി തന്നെ അർപ്പിച്ചു, ശരീരയാഗമായും അർപ്പിച്ചു. നേരത്തെ കണ്ടു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കും. നമ്മൾ നേരത്തെ വായിച്ചു. ഇവിടെ ആ ശരീരയാഗം സംഭവിക്കുകയാണ്. ഓക്കെ. ഇനി 12-ാം വാക്യത്തില് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിനകത്തെ പ്രധാനമായ കാര്യം യേശു ക്രിസ്തു തന്നെ യാഗമായി അർപ്പിച്ചു. അങ്ങനെ യേശു സ്വന്തം ശരീരം യാഗമായി അർപ്പിച്ച് മരിക്കേണ്ടി വന്നത് എന്തിനാണ്? തന്റെ സ്വന്തം ശരീരം യാഗമായി അർപ്പിച്ച് മരിക്കേണ്ടി വന്നത് എന്തിനാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ. യേശു ശരീരം യാഗം അർപ്പിച്ചത് എന്താ നേടിയത്? എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ്. എത്ര കാലത്തേക്കാണ്? ഇറ്റേണിറ്റി. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ സമാഗമന ഉപകരണങ്ങളിൽ കുരിശിന്റെ ചിത്രം തരുന്നത് ഏതാണ്? ക്രോസ് റെപ്രസെന്റ്സ് വേ. ഈ സമാഗമന കൂടാരത്തില് എവിടെയാ ക്രോസ് വരുന്നത്? താമരത്തൊട്ടിയാണോ? താമരത്തൊട്ടി വന്നില്ല. നമ്മളെവിടെ? യാഗപീഠം. ശരീരയാഗം കഴിച്ചതിലൂടെ. അപ്പൊ എവിടെ നടക്കുന്നത്? യാഗപീഠത്തിലാണ് കുരിശിന്റെ ചിഹ്നം പ്രധാനമായും കാണുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തിലെ എല്ലാ വസ്തുക്കളും അതിവിശുദ്ധ സ്ഥലത്തുള്ള നിയമപെട്ടകത്തിലേക്ക് കൃപാസനത്തിലേക്ക് നയിക്കുന്നു എന്ന് ദൈവത്തെ ആരാധനയെ പറ്റി നിങ്ങൾ ഇന്ന് പഠിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? പറഞ്ഞാട്ടെ. ദൈവത്തെ ആരാധനയുമായുള്ള ബന്ധത്തിൽ ഈ ഉപകരണങ്ങളൊക്കെ എങ്ങനെ അതിലേക്ക് നയിക്കുന്നത്? ഓക്കെ. നമ്മുടെ ആരാധന അർത്ഥവത്തായി തീരണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തു കഴിച്ച പരമയാഗത്തിലൂടെ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച യാഗത്തിലൂടെ നമുക്ക് പിതാവിന്റെ സ്ഥലത്തിലേക്ക് അടുത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രവേശനം അവൻ നമുക്ക് ഒരുക്കി തന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ സമയപരിധി മൂലം ഞാൻ അവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ദൈവം അനുവദിച്ചാൽ അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കും. ഈ ലെസൺ തീർന്നില്ല. ഈ ലെസന്റെ ചില ഭാഗങ്ങളുടെ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ പുസ്തകം നിങ്ങൾ വായിച്ച് ഞാൻ ഈ പറഞ്ഞ പ്രകാരം
അത് മാർക്ക് ചെയ്യുകയും അടയാളപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആ ഭാഗം ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പഠനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഈ പഠനം വളരെ ലളിതമായി ആരാധനയുടെ ആഴങ്ങളും അർത്ഥതലങ്ങളും മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈനിൽ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന നിങ്ങൾക്കായിട്ട് ദൈവ സ്തോത്രം. നിങ്ങൾക്ക് പുസ്തകം ലഭിച്ചിട്ടില്ല എങ്കിൽ അരുൺ പാസ്റ്ററെയോ മാത്യു പാസ്റ്ററെയോ കോൺടാക്ട് ചെയ്താൽ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.